നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതിനിടയ്ക്കാണ് മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി ലക്ഷ്യമിടേണ്ട ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇറാൻ മാധ്യമം. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ നേതാക്കളാണ് ഹംഷഹരി എന്ന പത്രം പ്രസിദ്ധീകരിച്ച ഈ പട്ടികയിലുള്ളത്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പകരം വീട്ടുമെന്ന പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ പ്രസ്താവനയ്ക്കൊപ്പം 13 വിദേശ നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻഫോഗ്രാഫിക് കാർഡാണ് പത്രത്തിന്റെ ഓൺലൈൻ പുറത്തുവിട്ടത്. പത്രത്തിൽ ഈ പട്ടിക കൊടുത്തിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി, ജർമ്മൻ ചാൻസലർ മെർസ് എന്നിവരും പട്ടികയിലുണ്ട്. എന്തായാലും നേരത്തെ രണ്ടും കൽപ്പിച്ച് മുജ്തബ ഖമേനിയും രംഗത്ത് വന്നിരുന്നു. എന്റെ നിരപരാധിയായ പിതാവിന്റെ രക്തത്തിന് താൻ തീർച്ചയായും പ്രതികാരം ചെയ്യും. നമ്മുടെ രാജ്യവും ആഗ്രഹിക്കുന്നത് പ്രതികാരം തന്നെയാണ്, അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദശലക്ഷക്കണക്കിന് ആളുകളോട് മുജ്തബ ഖമേനി നന്ദി പറഞ്ഞിരുന്നു. വൻ ജനപങ്കാളിത്തം ശത്രുക്കൾക്കെതിരായ നിർണായക പ്രതികരണമാണെന്നും ഇത് ഒരു ചരിത്ര നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് കടുത്ത പകയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യത. അതേസമയം ഇറാന് പ്രത്യക്ഷ പിന്തുണയുമായി റഷ്യയും രംഗത്തിറങ്ങിയതോടെ മേഖല ആഗോള യുദ്ധഭീതിയിലായി. ചരിത്രത്തിലാദ്യമായി ഇറാനിയൻ ലക്ഷ്യസ്ഥാനങ്ങൾക്കു നേരെ അമേരിക്ക കരയിലും കടലിലും ഒരേ സമയം സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ചതോടെയാണ് സംഘർഷം പുതിയ തലത്തിലെത്തിയത്. ഇതിന് മറുപടിയുമായി കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ വലിയ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിലേക്ക് അയച്ചത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും. താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത വ്യോമാക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വലിയ തോതിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരുന്നു. തനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വധശ്രമം ഉണ്ടായാൽ ഇറാന് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാനെ ലക്ഷ്യമിട്ട് 1000ഓളം മിസൈലുകൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ട്രംപ്. ഇത് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റിനെ, അതായത് എന്നെ വധിക്കാനോ അതിനായി ശ്രമിക്കാനോ ഇറാൻ സർക്കാർ മുതിർന്നാൽ അതിനുള്ള തിരിച്ചടിയായി 1000 മിസൈലുകൾ ഇറാനെ ലക്ഷ്യമാക്കി തൊടുക്കാൻ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ആയിരക്കണക്കിന് മിസൈലുകൾ വേറെയും പ്രയോഗിക്കും, ട്രംപ് കുറിച്ചു. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം ഉടനൊന്നും അവസാനിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിൽ കാര്യങ്ങളുടെ പോക്ക്.